BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. 4 മാസക്കാലത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വന്തം പാർട്ടിയിൽ സംരക്ഷിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശനാണ്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ കോൺഗ്രസിനകത്തുള്ള ഒരു ലീഡർഷിപ്പ് തന്നെ രാഹുലിന് സഹായഹസ്തങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നുള്ളതും കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമായി. അതിനുശേഷം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി കൂടിയായിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഒരു രീതിയിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള സാഹചര്യം കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ജനം ചർച്ച ചെയ്യാൻ തുടങ്ങി, കേരളത്തിൻ്റെ പൊതുസമൂഹം എതിരാവാൻ തുടങ്ങി എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ രാഹുലിനെതിരായിട്ടുള്ള ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഏതാണെങ്കിലും ശരി, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റു ചെയ്തവനെ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ ആര് കൂട്ടുനിന്നാലും ശരി, കനത്ത തിരിച്ചടിയായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് ഉണ്ടാവുക എന്ന് മാത്രം ഈ സമയത്ത് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, രാഹുൽ തീരുമാനമെടുക്കാനും പോകുന്നില്ല, കോൺഗ്രസ് രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാനും പോകുന്നില്ല. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ കോൺഗ്രസിനെ സ്നേഹിച്ചുകൊണ്ട് വോട്ട് നൽകിയിട്ടുള്ള അമ്മമാർ ഉൾപ്പെടെയുള്ളവർ ചാട്ടവാറുകൊണ്ട് അടിച്ച് ആ സ്ഥലത്തു നിന്ന് തന്നെ ഈ രാഹുലിൻ്റെ പ്രസ്ഥാനത്തെ നിഷ്കാസനം ചെയ്യിക്കും എന്നുള്ളത് വരാൻ പോകുന്ന നാളുകളിൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.